ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ബ്രദറിന്റെയും ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രത്യാശയൻ മാറ്റൊലി എന്ന സംഗീത പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുകയാണ്. ഇതൊരാത്മീക കൂടിവരവാകിയാൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഈ മീറ്റിംഗ് ആദ്യോടന്തം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നടത്തപ്പെടുവാൻ, പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകാതെ ഇരിപ്പാൻ, അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക സഹായം ലഭിക്കുവാൻ, അതോടൊപ്പം തന്നെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും ഇനിയും ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഇതിൽ ജോയിൻ ചെയ്യുവാനും, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തദാസിന് വേണ്ടിയും മറ്റു ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആലപ്പുഴ പുന്നപ്രയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ CD സെബാസ്റ്റ്യൻ അവർകൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. അതിനായിട്ട് സ്നേഹത്തോടുകൂടി പ്രിയ സഹോദരനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവുമായുള്ളവേ, അവിടുത്തെ സന്നിധിയിൽ ചില നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് പോലെ ഈ പ്രത്യാശയൻ മാറ്റൊലി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് കൂട്ടിവരുത്തിയതോർത്ത് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപിതാവേ, അവിടെ ഞങ്ങളോട് കാണിച്ച മഹാസ്നേഹത്തിനും കരുതലിനുമായി സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിലൊക്കെയും ഈ നിലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കണ്ടുകൊണ്ടും കർത്താവെ കേട്ടുകൊണ്ടും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടും ഞാൻ പ്രത്യാശയെ ഒന്നുകൂടി പുതുക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. വിവിധമാകുന്ന സാഹചര്യങ്ങളിലും കാലാവസ്ഥയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അവിടെ ഇവിടങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സുരക്ഷിതത്തിനുമായിട്ട് നന്ദിയോടുകൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഏതൊരു ശുശ്രൂഷയുടെ മുഖത്തും അവിടുത്തെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവെ നിന്റെ മക്കളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനവുമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ആ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇന്നുവരെ ഞങ്ങളെ സഹായിച്ച വലിയ കരുണയ്ക്കായി കൃപയ്ക്കായി നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടുകൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഇന്റർനെറ്റിന്റെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകാതെ വണ്ണം കർത്താവെ, ഞങ്ങൾക്ക് കൃത്യമായി പാട്ടുപാടുന്നതിന്റെ മക്കളെയും വചന ശുശ്രൂഷിക്കുന്നതിന് അങ്ങയുടെ ദാസനെയും അവിടുന്ന് കർത്താവെ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കേരളത്തിൽ പ്രത്യേകമായ ഒരു കാലാവസ്ഥയാണ് എങ്കിലും ഞങ്ങൾ കർത്താവെ ആ കാലാവസ്ഥയിലും ശുശ്രൂഷകൾ അനുഗ്രഹീതമായ നിലയിൽ നിർവഹിക്കുവാൻ തക്കോണം ആവശ്യമാകുന്ന കൃപ അവിടുന്ന് നൽകിത്തരേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ടവർ പാടുന്ന പാട്ടുകൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കർത്താവെ അത് പാടുമ്പോൾ അത് പ്രത്യാശയുടെ മാറ്റൊലിയായി തന്നെ കർത്താവെ അത് ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് നിൽക്കുവാനിടയാകേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾക്ക് ആശ്വാസമായും സമാധാനമായിരിക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യഥാസമയത്തിനകത്ത് പ്രവേശിക്കുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനവുമായിട്ട് അയച്ചിരിക്കുന്ന KM ജോൺ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന് ആവശ്യമാകുന്ന ദൈവകൃപ നൽകി കൊടുക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുനാമം എല്ലാവിധത്തിലും മഹിമപ്പെടണമേ. ലീഡ് ചെയ്യുന്നതിന്റെ മകനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ശുശ്രൂഷ ആദ്യോടന്തം അത് നല്ല നിലയിൽ കർത്താവെ ലീഡ് ചെയ്യുവാൻ തക്കോണം ആവശ്യമാകുന്ന ദൈവകൃപ കൊടുക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങൾ ചില നന്മകൾ കണ്ടെത്തിയവരായിട്ട് തീരുവാനിടയാകേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വരുന്ന ആളുകളിലെ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് അതൊരു പ്രയോജനമായി തീരുവാനിടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്രമാത്രം സഹായിച്ച വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ പൊന്നുനാമത്തിൽ വിനയമായും താഴ്മയായും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യേശു ക്രിസ്തു മുഖാന്തരം കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഷാലോം ഗോസ്ബൽ മിനിസ്ട്രീസിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളിലും ഇത് പറയുന്നതാണ്. എന്നാൽ പുതുതായി ജോയിൻ ചെയ്തവർക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ കൂടുതലായിരിക്കുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടി ഏതാനും സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് ആരംഭിച്ച ഒരു ടീം പ്രവർത്തനമാണ് ഷാലോം ഗോസ്ബൽ മിനിസ്ട്രീസ്. കഴിഞ്ഞ അനേക വർഷങ്ങളായി കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകി. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് സഭ രൂപീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് കോവിഡ് കാലത്തിന് മുൻപ് വരെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. കോവിഡിന് ശേഷവും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ, അനേക രക്ഷയിലേക്ക് വരുവാൻ, സഭ രൂപപ്പെടുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുകയാണ്. ഈ കോവിഡ് കാലത്തും സൂം എന്ന മാധ്യമത്തിലൂടെ നിരവധിയായ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാൻ ഷാലോം ഗോസ്ബൽ മിനിസ്ട്രീസിന് കഴിഞ്ഞു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പരസ്യയോഗങ്ങൾ, മിനി കൺവെൻഷനുകൾ, ഭവന സന്ദർശനം, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ, ബൈബിൾ ക്ലാസുകൾ ആദ്യമായി നിരവധിയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്യുവാൻ അടിയങ്ങളെ ദൈവം സഹായിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ദൈവം അതിനുള്ള വാതിലുകൾ തുറക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പെർത്ത് ഇന്ത്യൻ ബ്രദറൻ, നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഓസ്ട്രേലിയയിലാണ് ആ കൂട്ടായ്മയുള്ളത്. ബ്രദറൻകാരായിരിക്കുന്ന അനേക ഫാമിലി അവിടെയുണ്ട്. അവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മ യോഗമാണ് പെർത്ത് ഇന്ത്യൻ ബ്രദറൻ എന്നുള്ളത്. അതിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കർത്തദാസനാണ് ബ്രദർ ജോൺ ചെറിയാൻ. ആ അങ്കിളാണ് ഈ മീറ്റിംഗ് ഇത്രയും ഇനീഷ്യേറ്റ് ചെയ്ത് നടത്തുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രോസ് ഡല്ലാസ്, അതുപോലെ തന്നെ ബ്രദർ ജിജു കുര്യൻ UK, ബ്രദർ ജെമിൻ ബെഞ്ചമിൻ മെൽബൺ, ബ്രദർ ജോയ് കെ ജോൺ കണ്ണൂർ, ബ്രദർ രാജു ജോർജ് എറണാകുളം, ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ ജോയ്സൺ ജോൺ പെർത്ത്, സിസ്റ്റർ ജോയന ജോയ്സൺ പെർത്ത്, സിസ്റ്റർ ഗിസിയ ജിജി സൗദി അറേബ്യ, സിസ്റ്റർ ആഷ സിബി മെൽബൺ, സിസ്റ്റർ ജാക്വിലിൻ സിജോ മാൾട്ട, സിസ്റ്റർ ആസ്നത്ത് കണ്ണൻ ദുബായ് എന്നിവരാണ്. ഈ എല്ലാ സഹോദരന്മാരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന സഹോദരന്മാരെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടിയായിരിക്കും. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ KM ജോൺ അവർകളാണ്. എന്റെ പിതാവ് കൂടിയാണ്. അദ്ദേഹത്തെ കുറിച്ച് വളരെ ചുരുങ്ങിയ ഒരു വാക്കുകൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വേദ അധ്യാപകൻ, എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ, ഗാനരചയിതാവ്, പ്രസംഗകൻ എന്നീ നിലകളിൽ കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്തദാസനാണ് ബ്രദർ KM ജോൺ. ഈ കോവിഡ് കാലത്ത് എല്ലാ ദിവസവും രാവിലെ ഇതേ ലിങ്കിൽ തന്നെ അരമണിക്കൂർ ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ നിന്നും കഴിഞ്ഞ നാളുകളിൽ പഠിക്കുവാനിടയായി ഇപ്പോൾ എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും 6:30 മുതൽ 7 മണി വരെയുള്ള സമയത്ത് ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം. ഇതേ ലിങ്ക് തന്നെയാണ്. കർത്തദാസനാണ് ആ ക്ലാസ്സുകൾ എടുക്കുന്നത്.
ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് അദ്ദേഹമാണ്. തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകളും ലീഡ് ചെയ്യുന്നതിനു വേണ്ടി കർത്താവിന്റെ ദാസൻ KM ജോൺ അവർകളെ ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ ആകുലരാകാതെ നമ്മെ പിടിച്ചു നിർത്തുന്ന ഭാഗ്യകരമായ പ്രത്യാശ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ പ്രത്യാശയുടെ മാറ്റൊലി നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനം ചെറുതല്ല. പ്രത്യാശയുടെ വർധനവിനാവശ്യമായി ഇന്ന് 6 രാജ്യങ്ങളിൽ നിന്നായി 12 പ്രസിദ്ധ ഗായകന്മാർ അണിനിരന്നുകൊണ്ട് നടത്തുന്ന ഈ ഗാനോത്സവം ഏവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് തുടർന്ന് ഈ ഗാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അവിടെ ഒന്നാമത്തെ ഗാനം, ഗാനത്തിലേക്ക് നാം വരികയാണ്. ഈ ഗാനോത്സവത്തിൽ മെൽബണിൽ നിന്നും പ്രിയ സഹോദരൻ സജീവ് മാത്യു നമുക്കായി ആദ്യ ഗാനം ആലപിക്കുന്നു. പാപികളായ മനുഷ്യ വർഗത്തെ വീണ്ടെടുത്ത് സത്യപാതയിൽ നടത്തുവാൻ മനുഷ്യനായി വന്ന് ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, ആ സത്യദൈവത്തെ പാടി സ്തുതിക്കുന്ന പരമദയാ സാഗര സുത്യ ദൈവമേ എന്ന ഗാനം ആലപിക്കുന്നതിനായി പ്രിയ സഹോദരനെ ഞാൻ ഹാർദപൂർവം ക്ഷണിക്കുന്നു. പ്രിയ സഹോദരൻ സജീവ് മാത്യു. പരമദയ സാഗര സ്തുത്യ ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും. പരമദയ സാഗര സ്തുത്യ ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും. പരമകൃപയിൻ കാതലാം കർത്തനേശുവേ, പാടി വാഴ്ത്തി സ്തുതിച്ചിടാം നന്ദിയോടെന്നും. പരമകൃപയിൻ കാതലാം കർത്തനേശുവേ, പാടി വാഴ്ത്തി നമിച്ചിടാം നന്ദിയോടെന്നും. പരമദയ സാഗര സ്തുത്യ ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും. പാപി എന്നെ തേടി വന്ന് സത്യദൈവമേ, പാദപീഡയണഞ്ഞിടാം നിത്യതയോളം. പാപി എന്നെ തേടി വന്ന് സത്യദൈവമേ, പാദപീഡയണഞ്ഞിടാം നിത്യതയോളം. പാദതെറ്റിപ്പോയ എന്നെ വീണ്ടെടുത്തോനെ, പാടിമോദമായി വണങ്ങാം
വന്യനെ എന്നും പാതതെറ്റിപ്പോയ എന്നെ വീണ്ടെടുത്തോനെ പാടിമോദമായി വണങ്ങാം വന്യനെ എന്നും പരമദയ സാഗര സ്തുത്യ ദൈവമേ പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും പാപമേറ്റു ക്രൂശിലേറി ദൈവമേശമേ പാടിനാവാൽ മഹിമകൾ പുകഴ്ത്തിടുമേ പാപമേറ്റു ക്രൂശിലേറി ദൈവമേശമേ പാടിനാവാൽ മഹിമകൾ പുകഴ്ത്തിടുമേ പറുദീസ തന്നിലെന്നെ ചേർത്തണച്ചോനെ പാദസേവ ചെയ്തിടാം മോദമോടെന്നും പറുദീസ തന്നിലെന്നെ ചേർത്തണച്ചോനെ പാദസേവ ചെയ്തിടാം മോദമോടെന്നും പരമദയ സാഗര സ്തുത്യ ദൈവമേ പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും പരമദയ സാഗര സ്തുത്യ ദൈവമേ പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും പരമകൃപയിൻ കാതലാം കർത്തനേശുവേ പാടി വാഴ്ത്തി നമിച്ചിടാം നന്ദിയോടെന്നും പരമകൃപയിൻ കാതലാം കർത്തനേശുവേ പാടി വാഴ്ത്തി നമിച്ചിടാം നന്ദിയോടെന്നും പരമദയ സാഗര സ്തുത്യ ദൈവമേ പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും. കർത്താവിനെ മഹത്വം കരയറ്റിക്കൊണ്ട് മനോഹരമായി ഒരു നല്ല ഗാനം ആലപിച്ച പ്രിയ സഹോദരൻ സജീവ് മാത്യുവിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അത് മാത്രമല്ല, ഈ ഗാനത്തിന്റെ രചയിതാവ് മെൽബണിൽ തന്നെയുള്ള പ്രിയ സഹോദരൻ സാബിനെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവനാമം ധാരാളമായി മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരൻ ഇനിയും ധാരാളം ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ. മനുഷ്യവർഗത്തിന് ദിവ്യ സമാധാനം നൽകുവാൻ കരകവിഞ്ഞൊഴുകുന്ന കരുണയുമായി ബേത്ലഹേം പുൽക്കൂട്ടിൽ ജാതനായി കാൽവറിയിൽ രക്തം ഒഴുക്കി മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ ആശ്രയിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു മനോഹര ഗാനം മെൽബണിൽ തന്നെയുള്ള പ്രിയ സഹോദരൻ ജെമിൻ ബെഞ്ചമിൻ നമുക്കായി പാടുന്നു. കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ. പ്രിയ സഹോദരനെ ഈ ഗാനം ആലപിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിൽ ആരുടേത്? ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്? കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിൽ ആരുടേത്? ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? പ്രാർത്ഥന കേൾക്കും അനുഗ്രഹമരുളും ദാനങ്ങളാരുടേത്? കാൽവരി മലയിൽ നിന്നും ഒഴുകി വരും രുധിരത്തിൻ രോദനമാരുടേത്? പ്രാർത്ഥന കേൾക്കും അനുഗ്രഹമരുളും ദാനങ്ങളാരുടേത്? കാൽവരി മലയിൽ നിന്നും ഒഴുകി വരും രുധിരത്തിൻ രോദനമാരുടേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? സുരസുഖമഖിലം മനുജന് ചൊരിയും ദാനങ്ങളാരുടേത്? ബേദലഹേം പുൽക്കൂട്ടിൽ മാനുജരിൻ മകനായി ജീവിതമാരുടേത്? സുരസുഖമഖിലം മനുജന് ചൊരിയും ദാനങ്ങളാരുടേത്? ബേദലഹേം പുൽക്കൂട്ടിൽ മാനുജരിൻ മകനായി ജീവിതമാരുടേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? നമുക്കാവശ്യമായ എല്ലാം ദാനമായി നൽകുന്ന ആ ദൈവസ്നേഹത്തെ ഓർപ്പിക്കുന്ന ഈ മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സഹോദരൻ ജെമിനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ ഞാൻ കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. പ്രിയ സഹോദരനെ തുടർന്നും കർത്താവ് സഹായിക്കുകയും ധാരാളമായ ശുശ്രൂഷകൾ വരുന്ന ദിവസങ്ങൾ ചെയ്ത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ സ്നേഹനിർഭരമായ ദൈവിക സാന്നിധ്യം അനുഭവിച്ച് മാനസിക വ്യതകളെല്ലാം മാറി സങ്കേതം കണ്ടെത്തുന്ന കണ്ണുനീരെല്ലാം നീങ്ങി ഭയമില്ലാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നിലനിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതുമായ മനോഹരമായ ഒരു ഗാനം പ്രിയ സഹോദരി ആശാ സിബി മെൽബണിൽ നിന്നും നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഒന്നേ ഉള്ളെനിക്കാനന്ദമുലകിൽ. പ്രിയ സഹോദരിയെ
ഈ ഗാനം ആലപിക്കുവാനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരി ഒന്നായകലും വീലിൽ ഹിമം
സ്തുതിക്കാനെന്ത മുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ മാനസഗീതം ഒന്നായകലും വെയിലിൽ ഹിമം പോ നമുക്ക് ആശ്രയിക്കുവാനും അഭയം പ്രാപിക്കുവാനും ഏക സ്ഥാനമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമാണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കുവാനായി മനോഹരമായ ഗാനത്തിലൂടെ പ്രിയ സഹോദരി നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനം മനോഹരമായി തന്നെ പാടുവാൻ പ്രിയ സഹോദരിക്കിടയായല്ലോ. സഹോദരിയോടുള്ള നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം പ്രിയ സഹോദരിയെ തുടർന്നും സഹായിക്കട്ടെ. ധാരാളമായ കൃപകൾ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് കനിഞ്ഞു നൽകിയ താലന്തുകളാൽ ദൈവനാമ മഹത്വത്തിനായി ശ്രുതിമധുരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട് കൂടെ ഈ എളിയവനും ഒരു ശുശ്രൂഷ ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാനും ഒരു ലഘു സന്ദേശം നൽകുവാനും എനിക്ക് അവസരം നൽകിയ ഈ പ്രോഗ്രാമിന്റെ സംഘാടകരോട് എനിക്കുള്ള നന്ദിയും സ്നേഹവും ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ കാതിനും മനസ്സിനും ഇമ്പം നൽകുന്ന മനോഹരമായ ഗാനങ്ങൾ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്നും ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്കുണ്ട്. അതിനിടയിൽ ഒരു ലഘു സന്ദേശം. പ്രിയമുള്ളവരെ, നമ്മൾ 2 വർഷത്തിലധികമായി കൊറോണ വൈറസ് എന്ന മഹാവ്യാധി, മഹാമാരി, അതിന്റെ അതിവിപുലമായ വ്യാപനം നിമിത്തം ബന്ധിക്കപ്പെട്ടവരായി കഴിയുകയാണ്. ഏതാണ്ട് എല്ലാ മേഖലകളും തന്നെ സ്തംഭിച്ചുപോയി. സ്കൂളുകളും ആരാധനാലയങ്ങളും അടഞ്ഞു കിടക്കുന്നു. അനേകർ മാനസിക പിരിമുറുക്കം അനുഭവിക്കേണ്ടതായി വന്നു എന്നുള്ളത് നമുക്കറിയാം. പലർക്കും പിടിച്ചു നിൽക്കാനായില്ല. അനേകരുടെ മാനസിക നില തന്നെ താറുമാറായി പോയി എന്നുള്ളത് നാം ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അനേകർ ആത്മഹത്യ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അതുമാത്രമല്ല, മറ്റൊരു ദാരുണമായ കാര്യം, കോവിഡ് വന്ന് മരിച്ച ഗൃഹനാഥന്റെ അത് മുഖാന്തരം തന്നെ തന്റെ ഭാര്യയും പിഞ്ചു കുഞ്ഞും ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അനേകർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ നിഷ്കരുണം മറ്റുള്ളവരെ അടിച്ചു കൊല്ലുന്ന, ഉപദ്രവിക്കുന്ന ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അനേക പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന ദാരുണമായിരിക്കുന്ന മൃഗീയമായ വാർത്തകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊരു നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു വിഷയമാണ്, പ്രായപൂർത്തിയാകാത്ത 13, 14, 15 വയസ്സ് പ്രായം മാത്രമുള്ള കുഞ്ഞുങ്ങൾ പോലും അക്രമകരമായ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിത്തീരുന്നു. നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത അനേക കാര്യങ്ങൾ ഈ കൗമാര പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് എത്രയോ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഈ ലോകത്തിന്റെ കാര്യമാണ്. നമ്മൾ അത് ദിനേന വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ഗോളത്തിലോ? ആത്മീയ ഗോളത്തിലെ സംഭവവികാസങ്ങൾ ഒട്ടും ആശാവഹമല്ല. ആത്മീയ കൂട്ടായ്മയില്ലാതെ, സഹവിശ്വാസികളുമായി സഹകരണമില്ലാതെ കഴിഞ്ഞ ഈ നാളുകൾ അനേകം വിശ്വാസികളുടെ മാനസിക നില തെറ്റിച്ചു കളഞ്ഞു എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ
അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ്, ആരാധനാ യോഗത്തിന് ശേഷം സഭാ ഹാളിൽ പൊരിഞ്ഞ തല്ല്. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ട്. ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാണ് തമ്മിൽ തല്ലുന്നതും പരസ്പരം കുറ്റാരോപണം നടത്തുന്നതും പോർവിളികൾ നടത്തുന്നതും സഹവിശ്വാസികളെ അവഹേളിക്കുന്നതും സഹവിശ്വാസികൾക്കെതിരെ ഉപദ്രവമുണ്ടാക്കുന്നതും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഇക്കാലത്തെ ഈ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ പാരവയ്പ് നടക്കുന്നത്. ഒന്നിച്ചു കൂടി വരുവാൻ കഴിയാതിരുന്ന ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, സൂം പോലെയുള്ള ധാരാളം ടെക്നോളജീസ് ഉപയോഗിച്ച് അനേകർ ആത്മീയ കൂട്ടായ്മയും സന്തോഷവും സമാധാനവും അനുഭവിക്കാവുന്നവരായി തീരുവാനിടയായി. ഈ ടെക്നോളജീസ് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടക്കുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചു. അനേക വചന പഠന ക്ലാസുകൾ, വചന ശുശ്രൂഷകൾ, മനോഹരമായ ഗാനാലാപനങ്ങൾ, ഇങ്ങനെ എത്രയോ ശുശ്രൂഷകൾ ദിവസേന 1, 2, 3 അതിലധികവും പ്രോഗ്രാമുകൾ നടക്കുവാൻ ഇടയായി തീർന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഈ ഗാന ശുശ്രൂഷകൾ കൊണ്ട് ഗാനങ്ങൾ ആലപിക്കുവാനുള്ള കഴിവുള്ള അനേകരുണ്ട്. പക്ഷെ അവരത് പ്രദർശിപ്പിക്കുവാനുള്ള യാതൊരു സാധ്യതയും സാഹചര്യവും അതിനൊരു സ്ഥലവും ലഭിക്കാതെ, ഒരു പ്ലാറ്റ്ഫോം ലഭിക്കാതെ അത് മൂടി വെക്കപ്പെട്ടിരുന്നപ്പോൾ നമ്മുടെ ഈ കോവിഡ് കാലത്ത് ധാരാളം സംഗീത പരിപാടികളിലൂടെ അനേക സഹോദരി സഹോദരന്മാർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ, തെളിയിക്കുവാൻ, അത് കർത്തൃനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ആത്മീയമായും മാനസികമായും ഈ വല്ലാത്ത സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ അത് മുഖാന്തരം അനേകർക്ക് കൃപ ലഭിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കളായ നാം ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നാം ശാന്തമായിരുന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ആവശ്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നാം എന്തുമാത്രം ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മെ തന്നെ താഴ്ത്തുവാനും ദൈവസന്നിധിയിൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും തമ്മിൽ പ്രശ്ന പരിഹാരം വരുത്തുവാനും ഭാരങ്ങളെ ചുമക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഒക്കെ നമുക്ക് കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ദൈവദാസന്മാര് ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സദസ്സിൽ ഒരു സഹോദരൻ പറഞ്ഞു, ഈ കൊറോണ പഠിപ്പിച്ച പാഠനിമിത്തവും ദൈവവചനത്തിന് മുമ്പാകെ ധ്യാന നിമിത്തനായിരിക്കുകയും ചെയ്തതുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഒരു പാഠം, ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ല വലുതുമാകട്ടെ, ആ വിഷയങ്ങൾ ഓർത്ത് പരസ്പരം സ്നേഹമില്ലാതെ ഐക്യതയില്ലാതെ മുന്നോട്ട് പോകാതെ മറ്റുള്ളവരോട് പരിപൂർണമായും ക്ഷമിക്കുന്നവരായി, അവര് നമ്മളോട് ചെയ്തിരിക്കുന്ന ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഏകപക്ഷീയമായി ക്ഷമിച്ചും മറന്നു ആത്മാർത്ഥമായി തമ്മിൽ സ്നേഹമുള്ളവരായിട്ട് തീരുവാൻ ആവശ്യമുണ്ട്. അതിന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ തന്നെ അതിനായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അത് അംഗീകരിക്കുകയും അവരും ആ നല്ലൊരു തീരുമാനത്തിലേക്ക് വരാനിടയാകുകയും ചെയ്തു. അത് പ്രായോഗികമാക്കുവാൻ ദൈവദാസന്മാരെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ഇതിനോട് അനുബന്ധിച്ച് 2 വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനങ്ങൾ 19 സങ്കീർത്തനത്തിന്റെ 12 വാക്യം. സങ്കീർത്തനങ്ങൾ 19:12. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാണ്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. ഇവിടെ 3 കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത്. ഒന്ന്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കണം. ആർക്കാണത് കഴിയുന്നത്? എനിക്ക് കഴിയുന്നുണ്ടോ? ആർക്കെന്ന് ചോദിക്കുമ്പോൾ പൊതുവായ ഒരു കാര്യമല്ല അദ്ദേഹം പറയുന്നത്. എനിക്ക് എന്റെ തെറ്റുകളെ ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ടോ? മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ഉണ്ട് കർത്താവേ, ദൈവമേ, അത് എന്നോട് ക്ഷമിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി എന്നെ കാക്കണമേ. ഈ സ്വമേധാ പാപങ്ങൾ എന്താണ്? അത് വിനയമില്ലായ്മയാണ്. വിനയമില്ലാതെ, സൗമ്യതയില്ലാതെ, അഹംഭാവത്തോടുകൂടെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന
പാപങ്ങളാണ് സ്വമേധാ പാപം എന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതെന്നോട് ക്ഷമിക്കണമേ. രണ്ടാമത്തെ വേദഭാഗം സങ്കീർത്തനങ്ങൾ 32-5 വാക്യം. 32 സങ്കീർത്തനം 5 വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇവിടെയും 3 കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത്. അവൻ തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ എന്റെ പാപം ദൈവമേ നിന്നോട് അറിയിച്ചു, എന്റെ പാപം ഏറ്റുപറഞ്ഞു. ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, ദൈവസന്നിധിയിൽ ജാഗരിക്കുവാനിടയായി. എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, ഞാനത് നിന്നോട് ഏറ്റുപറഞ്ഞു. ഞാൻ കൂട്ടു സഹോദരന്മാരോട് ഏറ്റുപറഞ്ഞു, എന്റെ ഭാഗത്ത് തെറ്റു വന്നുപോയി, ക്ഷമിക്കണം. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുവാൻ, ഒരു മഹാപാപ പരിഹാര ശുശ്രൂഷ നടക്കുവാൻ ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ യഹോവ എന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നു. നോക്കുക, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ദൈവം നമ്മുടെ കുറ്റങ്ങൾ ക്ഷമിച്ചു തരുന്നത് നാം ഒരുപാട് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ല, നാം ഒരുപാട് ത്യാഗം അനുഭവിച്ചതിന് ശേഷമല്ല. പിന്നെയോ, എന്റെ പാപം ഞാൻ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിൽ ആ ചിന്തയുണ്ടായപ്പോൾ, സ്വർഗത്തിലെ കരുണാവാരനായ നമ്മുടെ കർത്താവ് നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിച്ചു തന്ന് നമ്മെ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുത്തുന്നു. ആ പുതിയ ജീവിതത്തിൽ നയിക്കുവാൻ, നമുക്ക് മുന്നോട്ട് പോകുവാൻ, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, സഹോദരങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുവാൻ, അന്യോന്യം ക്ഷമിക്കുവാൻ, വഹിക്കുവാൻ, സഹിക്കുവാൻ, മറ്റുള്ളവരുടെ കുറവുകളെ കണ്ട് അതിനെ വിസ്തൃതമാക്കാതെ, അതിനെ വലുതാക്കാതെ, അത് സ്നേഹത്തിൽ ഉപദേശിച്ച് അവർക്ക് ബോധ്യം വരുത്തി അതിനെ ക്ഷമിച്ച് മുന്നോട്ട് പോകുവാൻ, കൈയോട് കൈ കോർത്തു പിടിച്ച് തോളോട് തോൾ ചേർന്നുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ എല്ലാ ആശ്വാസം ലഭിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ. ആ നിലയിൽ അനേക വിശ്വാസികൾക്ക് വളരെ സന്തോഷകരമായ, സംതൃപ്തകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയും ഒരു അനൗൺസ്മെന്റ് ആണ്. പ്രിയ റിജോയ് കെ ജോൺ ചില കാര്യങ്ങൾ അറിയിക്കുവാനായിട്ട് ഒരു അല്പസമയം, ചില മിനിറ്റുകൾ എടുക്കുന്നു. പ്രിയ റിജോയ് അതിനായി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന നമുക്ക് കേൾപ്പിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് നേരത്തെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ഈ വരുന്ന 27-ാം തീയതി, നവംബർ 27-ാം തീയതി ഒരു പ്രോഗ്രാം സൂം മാധ്യമത്തിലൂടെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വിഷയത്തെ ഒന്ന് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 21 ഗാനരചയിതാക്കളുടെ 21 ഗാനങ്ങൾ 21 ഗായകർ ആലപിക്കുന്ന ഒരു പ്രത്യേകമായ പ്രോഗ്രാമാണ്. നവംബർ 27-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 7:30 സൂം മാധ്യമത്തിൽ ഇതേ ലിങ്കിൽ നടക്കുന്നതാണ്. ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാ സഹോദരന്മാരും അതിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു. അടുത്തതായി 4-ാമത്തെ ഗാനമാണ് നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. 4-ാമത്തെ ഗാനം ആലപിക്കുന്നത് പ്രിയ സഹോദരി ഗിസിയ ജിജിയാണ്. സൗദി അറേബ്യയിൽ നിന്നും പ്രിയ സഹോദരി നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. കൂടെ നടക്കുവാൻ, കൈകൾ പിടിക്കുവാൻ, മാറോട് ചേർക്കുവാൻ, തോളോട് ചായ്ക്കുവാൻ, ജീവന്റെ ജീവനായ നമ്മുടെ നാഥൻ ഉള്ളതിനാൽ വ്യാകുലം ആവശ്യമില്ല എന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്ന മനോഹരമായ ഈ ഗാനം പ്രിയ ഗിസിയ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. മനമേ ഇനി വ്യാകുലമോ. പ്രിയ സഹോദരി ഗിസിയയെ സാദരം ക്ഷണിക്കുന്നു.
കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഏറ്റവും മനോഹരമായി നമ്മുടെ ജീവന്റെ ജീവനായ പ്രാണന്റെ പ്രാണനായ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മനോഹരമായി ഗാനം ആലപിക്കുവാൻ പ്രിയ ഗിസിയമോൾക്ക് കർത്താവ് കൃപ ചെയ്തു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി മോളുടെ ശബ്ദം ഉപയോഗിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അടുത്ത ഗാനം നമുക്ക് ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നാണ് വരുന്നത്. പ്രിയ സഹോദരൻ ജോയ്സനും തന്റെ മകൾ ജോആനയും ചേർന്ന് നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നു. ഒരു ഇംഗ്ലീഷ് ഗാനമാണ്. ലോകസ്ഥാപനത്തിന് മുന്നമേ വചനമായിരുന്നവൻ, കരവേലയായി സകലവും സൃഷ്ടിച്ചവൻ, സകല പ്രപഞ്ചത്തിന്റെയും മഹത്വമായിരുന്നവൻ, ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതിരിക്കുവാൻ ഭൂമിയിൽ വന്ന് കഷ്ടമനുഭവിച്ച് കുറ്റക്കാരായിരുന്നവരെ വിടുവിച്ച് മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നർത്ഥം വരുന്ന മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗാനം പ്രിയ സഹോദരൻ ജോയ്സനും പ്രിയ സഹോദരി ജോആനയും ചേർന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രിയപ്പെട്ടവരെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കർത്താവിന് സ്തോത്രം. മനോഹരമായ ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരനെയും
പ്രിയ ജോന മോളെയും കർത്താവ് സഹായിച്ചതോർത്ത് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി വരുന്ന ദിവസങ്ങളിലും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ. ദൈവനാമത്തിൽ സ്തോത്രം. കണ്ണുനീർ തൂകുമ്പോൾ അരികെ വന്ന് തുടയ്ക്കുവാൻ സ്നേഹമുള്ള കരങ്ങൾ നമുക്ക് വേണം. ക്ഷീണിക്കുമ്പോൾ പരിപാലിക്കുവാൻ നമുക്കൊരു സ്നേഹദാതാവ് വേണം. കയ്പിന്റെ അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഒരഭയം ആവശ്യമാണ്. ഒരു നല്ല നാഥൻ ആ നിലയിൽ നമുക്കുണ്ട്. നമ്മുടെ നാഥൻ നമ്മെ സഹായിക്കുന്നു, നമ്മെ കരുതുന്നു. ആ പ്രത്യാശ നിർഭരമായ കരുതും കരങ്ങളുണ്ട് എന്ന ഗാനം പ്രിയ സഹോദരൻ ജിജു കുര്യൻ UK നിന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രിയ സഹോദരനെ കർത്താവിന്റെ ധന്യനാമത്തിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരൻ ജിജു കുര്യൻ. പ്രൈസ് ഗോഡ്. ഈ ഗാനം രചിച്ചിരിക്കുന്നത് അങ്കമാലിയിൽ നിന്ന് സുനി ജോബിയാണ്. അതിന് സംഗീതം നൽകിയിരിക്കുന്നത് സിസ്റ്റർ അസനത്താണ്. ഈ ഗാനത്തിലേക്ക് കരുതും കരങ്ങളുണ്ട്, നിന്നെ കരുതാൻ അരികിലുണ്ട്. കരുതും കരങ്ങളുണ്ട്, നിന്നെ കരുതാൻ അരികിലുണ്ട്. കരഞ്ഞു നീ കണ്ണുനീർ തൂകിടുമ്പോൾ നിന്നിൽ കനിയും താതനുണ്ട്. കരഞ്ഞു നീ കണ്ണുനീർ തൂകിടുമ്പോൾ നിന്നിൽ കനിയും താതനുണ്ട്. കരുതും കരങ്ങളുണ്ട്. എൻ മനമേ നീ കലങ്ങിടേണ്ട, എന്നാത്മാവേ നീ വിഷാദിക്കേണ്ട. എൻ മനമേ നീ കലങ്ങിടേണ്ട, എന്നാത്മാവേ നീ വിഷാദിക്കേണ്ട. പരമോന്നതൻ അവൻ പരിപാലകൻ, പരനറിയാതെ ഒന്നും ഭവിക്കയില്ല. പരമോന്നതൻ അവൻ പരിപാലകൻ, പരനറിയാതെ ഒന്നും ഭവിക്കയില്ല. കരുതും കരങ്ങളുണ്ട്. മാറയും നാളുകൾ ഏറിടുമ്പോ മിത്രങ്ങളെല്ലാം അകന്നിടുമ്പോ, മാറയും നാളുകൾ ഏറിടുമ്പോ
അകന്നിടുമ്പോ മറുവില തന്നൊരു നാഥനുണ്ട്. തന്റെ മറവിൽ നിനക്കെന്നും അഭയമുണ്ട്. മറുവില തന്നൊരു നാഥനുണ്ട്. തന്റെ മറവിൽ നിനക്കെന്നും അഭയമുണ്ട്. കരുതും കരങ്ങളുണ്ട്. നിന്നെ കരുതാൻ അരികിലുണ്ട്. കരുതും കരങ്ങളുണ്ട്. നിന്നെ കരുതാൻ അരികിലുണ്ട്. കരഞ്ഞു നീ കണ്ണുനീർ തൂകിടുമ്പോൾ നിന്നിൽ കനിയും നാഥനുണ്ട്. കരഞ്ഞു നീ കണ്ണുനീർ തൂകിടുമ്പോൾ നിന്നിൽ കനിയും നാഥനുണ്ട്. കരുതും കരങ്ങളുണ്ട്. താങ്ക് യു. കർത്താവിന് സ്തോത്രം. ഈ മനോഹരമായ ഗാനം ആലപിച്ച് നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുവാൻ പ്രിയ സഹോദരന് ലഭിച്ച നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനേക അവസരങ്ങൾ നൽകി കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിക്കുവാനും മറ്റു ശുശ്രൂഷകൾ ചെയ്യുവാനുമുള്ള കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ഗാനം നാം ശ്രദ്ധിക്കാൻ പോകുന്നത് മാൾട്ടയിൽ നിന്നുമാണ്. യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യമായ മാൾട്ടയിൽ നിന്നും പ്രിയ സഹോദരി ജോക്വിലിൻ സിജോ ആണ് നമുക്ക് വേണ്ടി അടുത്ത ഗാനം ആലപിക്കുന്നത്. നമ്മുടെ ആശ്രയവും ശൈലവും കോട്ടയും ദൈവവുമായ അത്യുന്നതനായ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്തുതി ഗീതമാണ് സഹോദരി ജോക്വിലിൻ നമുക്ക് വേണ്ടി പാടുന്നത്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. പ്രിയ സഹോദരിയെ സസ്നേഹം കർത്തൃനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുനാഥാ നീ
കർത്താവിന് സ്തോത്രം. മനോഹരമായ ഗാനം മനോഹരമായി തന്നെ പ്രിയ സഹോദരി ആലപിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരിക്ക് കർത്തൃനാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ധാരാളമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാം ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ്. അവനെ ഉയർത്തണം, അവന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കണം, വേർപാടും വിശുദ്ധിയും പാലിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നാം പാടിയതുപോലെ യേശുനാഥൻ മാത്രമാണ് നമുക്ക് മുന്നിലുള്ള. അവനെ മാത്രം സ്തുതിച്ചുകൊണ്ട് അവനെ മാത്രം മഹത്വപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് ഇനിയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം എറണാകുളത്തു നിന്നും പ്രിയ സഹോദരൻ രാജു ജോർജ് ആലപിക്കുന്നതാണ്. പരിശുദ്ധനും പരമോന്നതനുമായ നമ്മുടെ നല്ല നാഥൻ പാപികളായിരുന്ന നമ്മെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർത്തതിന് സ്തോത്രം ചെയ്യുന്ന ഒരു സ്തോത്ര ഗാനമാണ് പ്രിയ സഹോദരൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നത്. പ്രിയ സഹോദരനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയ സഹോദരൻ രാജു ജോർജ്, എറണാകുളം. സ്തുതിയേശുനാഥ, 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 സ്തുതിയേശുനാഥ. പാടിടും സ്തുതിഗീതങ്ങൾ സ്തുതിയേശുനാഥ, 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 സ്തുതിയേശുനാഥ. സ്തുതിയോഗ്യനായ പരിശുദ്ധ ദൈവം പരമോന്നതൻ ശ്രീയേശുനാഥൻ. സ്തുതിയോഗ്യനായ പരിശുദ്ധ ദൈവം പരമോന്നതൻ ശ്രീയേശുനാഥൻ. അഖിലാണ്ഡനാഥൻ കൃപയുള്ള ദേവൻ. സ്തുതിയേശുനാഥ, 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 സ്തുതിയേശുനാഥ.
നിജപാപിയായ എന്നെ നീ വീണ്ടും മകനാക്കി തീർത്തു. തിരുമാർവിലേറ്റി നിജപാപിയായ എന്നെ നീ വീണ്ടും മകനാക്കി തീർത്തു. തിരുമാർവിലേറ്റി അതിനാലെ സ്തോത്രം പാടിയിടുമെന്നും സ്തുതിയേശുനാഥ 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 പാടിടും സ്തുതിഗീതങ്ങൾ സ്തുതിയേശുനാഥ 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 സ്തുതിയേശുനാഥ. കർത്താവിന് സ്തോത്രം. ദൈവവചനത്തിൽ നാം വായിക്കുന്നു, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ഹൃദയത്തിൽ, നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഉയരുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മെ ഉത്തേജിപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഗാനമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരനെയും കുടുംബത്തെയും കർത്താവ് തുടർന്നും ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഇനിയും തന്റെ ശബ്ദം ഉപയോഗിക്കുവാൻ ധാരാളം കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ഗാനം നാം കേൾക്കുന്നത് ദുബായിൽ നിന്നാണ്. ദുബായിൽ നിന്നും സഹോദരി ആസ്നത്ത് കണ്ണനാണ് നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ള വലിയ ആത്മീയ അർത്ഥം നൽകുന്ന ഒരു മനോഹര ഗാനമാണ് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. ഈ മരുഭൂമി വാസത്തിൽ ആവശ്യമായ ദാഹജലം ലഭിക്കുവാൻ നമുക്ക് നമ്മുടെ അരികിലേക്ക് പൊങ്ങി വന്നിരിക്കുന്ന ദൈവകൃപയും ദൈവസ്നേഹവും ദൈവവചനത്തെയും കാണിക്കുന്ന, ആത്മീയമായതിനെ സൂചിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് കിണറേ പൊങ്ങിവാ എന്നുള്ള ഗാനം. ദുബായിൽ നിന്നും പ്രിയ സഹോദരി ആസ്നത്ത് കണ്ണൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രിയ സഹോദരിയെ സാദരം ക്ഷണിക്കുന്നു. കിണറേ പൊങ്ങിവാ എന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. Praise the Lord. കിണറേ പൊങ്ങിവാ അതിനായി പാടുവിൻ. കിണറേ പൊങ്ങിവാ അതിനായി പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനത്തിലെ ശ്രേഷ്ഠന്മാർ കുത്തിയ കിണർ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനത്തിലെ ശ്രേഷ്ഠന്മാർ കുത്തിയ കിണർ. ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ഡുകൾ
സ്വച്ഛജലം മരുഭൂവിൽ കരുതിയത് തന്റെ പ്രിയജനത്തിന്റെ ദാഹം തീർക്കുവാൻ. സ്വച്ഛജലം മരുഭൂവിൽ കരുതിയത് കണ്ടിടുവാൻ പാനം ചെയ്യാനിട നൽകിയ, കണ്ടിടുവാൻ പാനം ചെയ്യാനിട നൽകിയ സ്നേഹവാനം ദൈവത്തിന് സ്തുതി പാടുവിൻ. കിണറേ പൊങ്ങിവാ, അതിനായി പാടുവിൻ. കിണറേ പൊങ്ങിവാ, അതിനായി പാടുവിൻ. അനുനിമിഷം അവരെ അനുഗമിച്ച യുഗങ്ങളിൽ പാറയായ ക്രിസ്തുവിൽ നിന്നും, അനുനിമിഷം അവരെ അനുഗമിച്ച യുഗങ്ങളിൽ പാറയായ ക്രിസ്തുവിൽ നിന്നും ജീവജലം സമൃദ്ധിയായി കുടിച്ചിടുവാൻ, ജീവജലം സമൃദ്ധിയായി കുടിച്ചിടുവാൻ കൃപ തന്ന നാഥന് സ്തുതി പാടുവിൻ. കിണറേ പൊങ്ങിവാ, അതിനായി പാടുവിൻ. കിണറേ പൊങ്ങിവാ, അതിനായി പാടുവിൻ. Praise the Lord. കർത്താവിന് സ്തോത്രം. നമ്മുടെ അടുക്കലേക്ക് പൊങ്ങി വന്നിരിക്കുന്ന ദൈവകൃപ, പൊങ്ങി വന്നിരിക്കുന്ന ദൈവസ്നേഹം, അനുദിനം പാനം ചെയ്ത് ദാഹം തീർക്കുവാൻ ശക്തി പ്രാപിപ്പാനുള്ള ദൈവവചനം, ഇതിനെ ആത്മീയമായ കണ്ണുകളിലൂടെ നാം കാണുമ്പോൾ ഈ ഗാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന അതാണ്. അത് വലിയൊരു ആത്മീയ പാഠമാണ്. അതോർത്ത് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഗാനം ആരംഭിച്ച പ്രിയ സഹോദരിക്ക് കർത്തൃനാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും ധാരാളമായി ദൈവകൃപ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ, ശ്രുതിമധുരമായ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഗാനങ്ങൾ കേൾക്കുവാനുണ്ട്. കർത്താവിന്റെ ദാസന്മാർ പലരും ഇനിയും പാടുവാനായിട്ടുണ്ട്. അത് നാം കേൾക്കുവാൻ പോകുകയാണ്. അതിനിടയിൽ ഒരല്പം ചില വാക്കുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സംഘാടകരിൽ ഒരുവനായ ഓസ്ട്രേലിയയിൽ പെർത്തിൽ നിന്നും സഹോദരൻ ജോൺ ചെറിയാൻ നന്ദിയുടെ ചില വാക്കുകൾ മുന്നമേ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷവും നമുക്ക് ഗാനങ്ങളുണ്ട്. പ്രിയ സഹോദരൻ ജോൺ ചെറിയാനെ നന്ദിയുടെ ചില വാക്കുകൾ പറയുവാനായി സാദരം ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വല്യനായ ദൈവത്തെ ഇത്രയും മാത്രം സുഗമമായി നടക്കുവാൻ ടെക്നിക്കൽ പ്രശ്നമൊന്നുമില്ലാതെ, അതുപോലെ എല്ലാവരെയും അവർക്ക് സമയം എടുത്ത് ഇവിടെ വരുവാനും ദൈവനാമത്തിനായി കൂടി വരുവാനും സഹായിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. പ്രത്യേക വലിയനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ കരുണയാണ്. ഇന്ന് ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നു. ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് നിന്നും സഹോദരി സഹോദരന്മാരെ കാണാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. അതിലേറെ നമ്മളെല്ലാവരും കർത്താവായ യേശുവിന്റെ ശരീരത്തിന്റെ അംശികളാണ് എന്ന് വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കുന്നു. അതിനായ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു ടെക്നിക്ക്, ഈ സൂം എന്ന് പറയുന്ന ഈ ടെക്നോളജി ഉള്ളത് കൊണ്ട്, മുമ്പേ ദേവദാസൻ കെ എം ജോൺ പറഞ്ഞതുപോലെ, ഇങ്ങനെ ഈ ടെക്നോളജി ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സൗകര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസ് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഒത്തിരി സാധ്യതകൾ ഇതിന് മേഖലയുണ്ട്. നമുക്ക് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ ഓർത്ത പോലെ, ഒരു ലോകത്ത് അസമാധാനം മാത്രമേ ഉള്ളൂ. സത്യമില്ല, അക്രമങ്ങളും അരാജകത്തേ ഉള്ളൂ. ആത്മീയഗോളത്തിലും അതിന്റെയൊക്കെ അലകള് ചേർന്നിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാനുള്ളത് കർത്താവായ യേശുവിനെ നോക്കി നമ്മുടെ ആത്മീയ യാത്ര തുടർന്ന് നടത്തുവാൻ, നമ്മുടെ കണ്ണുകളെ കൂടുതൽ പ്രകാശിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിന്
കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വേൾഡിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. പറഞ്ഞു വന്നാല് ഇവിടുത്തെ ഈസ്റ്റേൺ സ്റ്റേറ്റ് സിഡ്നിയിലും മെൽബണിലൊക്കെ വളരെ വൈകി അവിടെ. അതുപോലെ UK ഉച്ചയാകാൻ പോകുന്നു. USA വെളുപ്പാൻ കാലം ആകുന്നേ ഉള്ളൂ. ആ തണുപ്പത്തും എഴുന്നേറ്റ് വന്ന് ഇതിനൊക്കെ അറ്റൻഡ് ചെയ്യുവാൻ സഹോദരി സഹോദരന്മാർക്ക് അത് സാധിക്കുന്നു. അതെല്ലാം ആ ദൈവസ്നേഹമാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത് ഈ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പ്രിയ റിജോയ് ജോണിനെ ഞാൻ ഓർക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് ആണ്. കണ്ണൂരിന്റെ ഭാഗത്ത് താൻ ചെയ്യുന്ന മിനിസ്ട്രിയെ കുറിച്ച് നമ്മൾ കേട്ടു. തുടർന്ന് അതിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കൂടുതൽ ദൈവകൃപ ശലോം മിനിസ്ട്രിയുടെ കെയർ ഓഫില് അത് കൂടുതൽ പ്രവർത്തിക്കുവാൻ ഇടവരുത്താൻ പ്രാർത്ഥിക്കുന്നു. തനിക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു എന്ന് ഞാൻ ഈ വിതരണത്തിൽ പറയുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ സഹായിച്ച ദൈവദാസൻ പുന്നപ്രയിലെ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുന്ന സെബാസ്റ്റ്യൻ ബ്രദറാണ്. സഹോദരനെയും ദൈവനാമത്തിൽ എൻ്റെ നസീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ മീറ്റിംഗ് നരേഷനും അതുപോലെ ലീഡ് ചെയ്യുവാനും അതുപോലെ ദൈവവചനം പറഞ്ഞു തരുവാനും സഹായിച്ച ദൈവദാസൻ സഹോദരൻ KM ജോണിന് തളിപ്പറമ്പിലെ ആചാര്യനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തന്റെ വളരെ ഉത്സാഹം ഇതിന് പിന്നിലുണ്ട്. അതുപോലെ റിജോയ് ജോൺ മുമ്പ് പറഞ്ഞ പോലെ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇതിനു വേണ്ടി വളരെ സമയം ഫലങ്ങൾ ചെലവഴിക്കുവാൻ സഹോദരൻ കാണിക്കുന്ന ആ സ്നേഹത്തെ ഓർത്ത് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ പാടി സഹായിച്ച മെൽബണിൽ നിന്ന് സജീവ് മാത്യു ഓർക്കുന്നു. വളരെ പാടിയവരെല്ലാവരും വളരെ ഹൃദയമായ പാട്ടാണ് പാടിയത്. അതിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ സാബിൻ എഴുതിയ പാട്ട് വളരെ ആത്മീയമായ എനർജി വരുന്ന ആ പാട്ട് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇടവന്നു. ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ ബ്രദറെ ബെഞ്ചമിൻ ഓർക്കുന്നു. പെർത്തിന്റെ മെൽബണിന്റെ ഭാഗത്ത് കരകവിഞ്ഞൊഴുകും എന്ന പാട്ട് വളരെ ലാളിത്യത്തോടെ അത് പാടുവാൻ ദൈവം ഇടവരുത്തി. ഞാൻ നന്ദി പറയുന്നു. അതുപോലെ സിസ്റ്റർ ആശ CBA ഓർക്കുന്നു. മെൽബണിലെ പ്രദേശത്ത് എല്ലാവർക്കും അറിയാവുന്ന ആ പഴയ പാട്ട് ഒന്നേയുള്ളൂ ആനന്ദമുലകിൽ അത് വളരെ ശ്രുതിമധുരമായി പാടുവാൻ ദൈവം ഇടവരുത്തി. നന്ദി ഞാൻ പറയുന്നു. അതുപോലെ നമുക്ക് മെസ്സേജ് കേൾക്കാൻ സഹായിച്ചു. ഈ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ വല്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അതിക്രമങ്ങൾ ഏറ്റുപറഞ്ഞ് അപ്പോൾ കർത്താവ് നമ്മളെ ക്ഷമിച്ച് നടത്തുന്ന ആ ദൈവത്തിന്റെ കൃപകളെ ഓർക്കുവാനും നമ്മുടെ ഈ ലോകത്തിന്റെ ഈ സാഹചര്യങ്ങളെല്ലാം ഓർക്കുവാനും ചെറിയ മെസ്സേജിൽ എനിക്ക് സാധിച്ചു. ഞാൻ കർത്തൃനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ജിസിയ ജിജി റിയാദിലെ സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് ഉള്ളതാണ്. ആ കുഞ്ഞ് വളരെ പഠിക്കുന്ന സമയത്തും ഇങ്ങനെ തനിക്ക് കിട്ടിയ ഈ ദൈവികമായ ആ കൃപകള് പ്രകാശിക്കുവാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള സൂം മീറ്റിംഗിൽ കൂടെ സാധിക്കുന്നു. ഞാൻ കുഞ്ഞിന് വേണ്ടി അതുപോലെ ജിസിയയോട് എൻ്റെ വളരെ സ്നേഹം ഞാൻ പറയുന്നു. മനമേ നീ വ്യാകുലമോ എന്നുള്ള ആ നല്ല പാട്ട് പാടുവാൻ കുഞ്ഞിനെ സഹായിച്ചു. ദൈവത്തിനെ സ്തുതിക്കുന്നു. അതുപോലെ പെർത്തിലെ ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള പ്രിയ ജോയ്സൺ ബ്രദറും അതുപോലെ ജോനാമോളും അവർ രണ്ടുപേരും കൂടെ വചനം ജഡമായി തീർന്ന എന്ന ആ ഇംഗ്ലീഷ് പാട്ട് വളരെ സ്ഥിതിമധുരമായി വളരെ അത് ഹൃദയംഗമായി പാടുവാൻ സഹായിച്ചു. ഞാൻ ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു രണ്ടുപേരോടും. അതുപോലെ പ്രിയ സഹോദരൻ ജിജു കുര്യൻ UK നിന്ന് കരുതും കരങ്ങളുണ്ട് എന്ന ആ പാട്ട് പാടുവാൻ ഇടവന്നു. തന്നെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. അതെല്ലാം വളരെ മധുരമായി പാടുവാൻ പ്രിയ സഹോദരൻ ജിജുവിനെ സഹായിച്ചു. ദൈവനാമം മഹത്വപ്പെടട്ടെ. അതുപോലെ തന്നെ ജാക്ലിൻ സിജോ മാൾട്ടയിൽ നിന്ന് വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതേ എന്ന പാട്ട് അത് ശ്രുതിമധുരമായി പാടുവാൻ സഹായിച്ചു.
ഈ ജാക്ലിനെയും അതുപോലെ തന്നെ ജിഷയും പറയാനുള്ളത്, ഇവർ രണ്ടുപേരെയും ഞാൻ എടുത്തു നടന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. റിയാദിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് കടന്നുപോയവരാണ്. അവരൊക്കെ വളർന്ന് ഇപ്പം പാട്ടുകാരും അതുപോലെ ജോലിക്കാരൊക്കെ ആയി ലോകത്തിന്റെ പല ഭാഗങ്ങളും അവരായിരിക്കുന്നു. ഞാൻ വളരെ ദൈവനാമത്തിനായി സ്തുതിക്കുന്നു. അതുപോലെ ഇപ്പം ജാക്ലിൻ മാൾട്ടയിലാണ് ജോലിയുടെ ബന്ധത്തിൽ. ജാക്ലിനോടുള്ള ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്നായി അത് പാടി വളരെ വളരെ ആത്മീയമായ ഒരു ഉണർവുണ്ടാക്കുവാൻ അത് സാധിച്ചു എന്നുള്ളത് ഓർക്കുന്നു. അതുപോലെ എറണാകുളത്ത് നിന്ന് പ്രിയ ദൈവമകൻ രാജു ജോർജ് ബ്രദർ നല്ലപോലെ പാടുവാൻ സാധിക്കുന്നു. വളരെ ദൈവത്തെ സ്തുതിക്കുന്ന ആ ഗാനം വളരെ കർത്താവിനെ വീട്ടിൽ നിന്നുകൊണ്ട് സ്തുതിക്കുന്ന ഞാനൊരു ആരാധനയാണെന്ന് തോന്നുന്ന രീതിയിൽ ആകുവാൻ സാധിച്ചു. താൻ കുടുംബമായി ചെയ്യുന്ന ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സിസ്റ്റർ ആസനത്ത് കണ്ണനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്തുതി പറയുന്നു. നല്ല ഒരു ഗാനം കിണറെ പൊങ്ങിവ എന്ന ഗാനം പാടുവാൻ സഹായിച്ചു. തന്റെ കഴിവുകള് മുമ്പേ നമ്മുടെ ജിജു കുര്യൻ പറഞ്ഞ പോലെ ആ മറ്റ് ഗാനങ്ങള് ട്യൂൺ ചെയ്യുവാനും തനിക്കുള്ള കഴിവുണ്ട്. ദൈവം തന്റെ ആ കൃപാവരങ്ങളെ കൂടുതൽ ദൈവനാമത്തിനായി വിനിയോഗിക്കട്ടെ. ഞാൻ ഇത്തരണത്തിൽ ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും പാടുവാനുണ്ട്. ഇനി മൂന്ന് പാട്ടുകൾ പാടാനുണ്ട്. അതില് ഇപ്പൊ ഇനി അടുത്ത പാട്ട് പാടുന്നത് റിജോയ് ജോൺ ആണ്. ഞാൻ ശൃംഗപ്രധാനമാർന്ന ആ പാട്ട് സഹോദരൻ പാടുന്നതായിരിക്കും. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ സഹോദരന്റെ ശാരീരികമായ പല കുറവുകളുണ്ട്. അത് ഞാനത് അവസാനം ഞാൻ പറയുന്നതായിരിക്കും. എന്നാൽ അതിന്റെ നടുവിലൊക്കെ തന്റെ ക്ഷീണത്തിലും വിഷമത്തിലൊക്കെ താൻ സമയം കണ്ടെത്തി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് അത് വളരെ 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 ഒരു സുത്യർഹമായ കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയ ഫിലിപ്പ് ബ്രദർ ഡാലസിൽ നിന്ന് പാടുന്നതായിരിക്കും. നിൻ കൃപ മതി യേശുവേ എന്ന പാട്ട് പാടുന്നതായിരിക്കും. അഡ്വാൻസ് ആയിട്ട് പ്രിയ സഹോദരനോട് ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഡാലസിലും US ഒക്കെ വെളുപ്പിനെ ഇപ്പം 5 മണി 6 മണിക്ക് ഇടയ്ക്കുള്ള സമയമാണ്. ഇത്രയും ഈ തണുപ്പുള്ള സമയത്തും എഴുന്നേറ്റ് വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ താൻ കാണിക്കുന്ന ഉത്സാഹത്തിന് ദൈവനാമത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ റിജോ ജോണിന് 2 പാട്ടുകളുണ്ട്. പരപരമേശ എന്ന പാട്ട് രണ്ടും പാടുവാൻ ദൈവം ഇടവരുത്തട്ടെ. ഇന്നത്തെ കൂട്ടായ്മയില് നമ്മൾ പറഞ്ഞ പോലെ നമ്മള് 11 പാട്ടുകാരും 11 പാട്ടുകാരും 12 പാട്ടുകൾ വരെ ഉള്ളത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുവാൻ ദൈവം ഇടവരുത്തി എന്നുള്ളത് വളരെ ഒരു നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. കൂടാതെ റിയാദിലെ എൻ്റെ മാതൃസഭ, ഞാൻ പറയുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടത് അവിടെ വെച്ചാണ്. ആ മാതൃസഭയിലുള്ള മൂപ്പന്മാരായിരിക്കുന്ന പ്രിയ ഡോക്ടർ എബ്രഹാമും അച്ചായനും അതുപോലെ തന്നെ മറ്റ് പല സഹോദരന്മാരും ഈ കൂട്ടായ്മയിൽ കയറിയിട്ടുണ്ട്. അവരെ കാണുവാൻ സാധിച്ചതിന് ഇടവരുന്ന സ്തുതിക്കുന്നു. മുമ്പേ പറഞ്ഞ പോലെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞുങ്ങളായ ജാക്ലിനെയും അതുപോലെ മോളെയും ഞാൻ ജിഷിയ മോളെ ഓർക്കുന്നു. അവരെയൊക്കെ അവിടെ പാട്ട് കേൾക്കുവാനും ആത്മീയമായ ശുഷ്കാന്തി കാണുവാൻ ഇടവന്നു. ദൈവത്തിനായി സ്തുതിക്കുന്നു. ഇനിയും 2 കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയ്ക്കായിട്ട്. പിന്നെ അവസാനമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത് നമ്മുടെ എബ്രഹാം ടി വർഗീസ് അച്ചായനാണ്. അദ്ദേഹം ഡാലസിൽ USA ഉള്ളതാണ്. ഈ വെളുപ്പിനെയും അച്ചായന് വളരെ ശുഷ്കാന്തിയോടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വെളുപ്പിനെ തണുപ്പ് തിരക്ക്, എന്നാലും അതിന് താൻ കാണിക്കുന്ന തന്റെ ആത്മീയമായ ആ ശുഷ്കാന്തി ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ.
എന്ന് അഡ്വാൻസായിട്ട് ഞാൻ നന്ദി പറയുന്നു. 2 വിഷയം പ്രാർത്ഥനയ്ക്കായി ഉണ്ട്. ഒന്ന്, നമ്മുടെ സഹോദരന്മാരായിരിക്കുന്ന റിജോയ് ജോണും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ബ്രദർ ഇപ്പം ആദ്യമായി പ്രാർത്ഥിച്ച പുന്നപ്രയിലെ സുവിശേഷനായ സെബാസ്റ്റ്യനും, 2 പേരും ഒരേപോലുള്ള രോഗങ്ങളിൽ ഭാരപ്പെടുന്നതാണ്. വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അവര് സ്പൈനൽ സംബന്ധമായ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവരാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. റിജോയ്ക്ക് അടുത്ത 18-ാം തീയതി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് വെല്ലൂർ മെഡിക്കൽ കോളേജില്. അതുപോലെ സെബാസ്റ്റ്യൻ ബ്രദറും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ദൈവികമായ വഴികൾക്ക് വേണ്ടി. ഇവർ 2 പേരെയും നിങ്ങളുടെ പ്രാർത്ഥന വഹിക്കണം. അവർ ചെയ്യുന്ന ആത്മീയ വേലകളെല്ലാം കൂടുതൽ വർദ്ധിച്ചു വരുവാൻ സെബാസ്റ്റ്യൻ ബ്രദർ പുന്നപ്ര സഭയിലെ 32 വർഷമായിട്ട് അവിടുത്തെ സഭയിലെ അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷമാണ് അങ്ങനെ സഭ ദൈവം കൊണ്ടുപോകാൻ ഇടവന്നത്. അതുപോലെ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ റിജോയ് ജോണും സഹോദരനും അതുപോലെ തന്നെ കണ്ണൂരിന്റെ ഭാഗത്ത് വളരെ താങ്ങത്തണലുമായി ആ പ്രദേശത്ത് തളിപ്പുറം പ്രദേശത്തും ആ പ്രദേശത്തൊക്കെ നടക്കുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഗാന ശുശ്രൂഷ എല്ലാം ചെയ്യുവാൻ, അതിനുള്ള പാടുവാനും എല്ലാം വളരെ വളരെ കഴിവുള്ള ഒരു സഹോദരനാണ്. ആ സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ സഹോദരൻ നമ്മുടെ റിജോയ് പറഞ്ഞ പോലെ 27-ാം തീയതി ഈ മാസം നടക്കുന്ന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശലോം ഗോസ്പൽ മിനിസ്ട്രി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഗീതമായാൽ അടുത്ത മാസം ഡിസംബറിൽ 24 25-ാം തീയതി വീണ്ടും ഇതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് കാണാം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. നമുക്ക് പാടുവാൻ സാഹചര്യമില്ലാത്ത സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങളെയും കടന്നു വരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതൊക്കെ തിരുനാമത്തിന് അനുഗ്രഹത്തിനും അതുപോലെ അവരുടെ കഴിവിനെ ഒന്ന് പ്രകാശിക്കുവാനും ഇടവരുന്നു എന്ന് ഞാനത് കരുതുന്നു. കൂടി വന്ന എല്ലാവരെയും ദൈവനാമത്തിലും അതിലേറെ വലിയനായ ദൈവത്തെ ഒരിക്കൽ കൂടെ ഞാൻ സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ. പ്രാർത്ഥനയ്ക്കും മറ്റുമായി പറഞ്ഞ വാക്കുകൾ നാം കേട്ടല്ലോ. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരമരുളി നമ്മെ സഹായിക്കുമാറാകട്ടെ. മനുഷ്യനെ വീണ്ടെടുക്കുവാനായി അവരുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് നമ്മുടെ അരുമനാഥൻ അനുഭവിച്ച കഷ്ടങ്ങളും പീഡനങ്ങളും വിവരിക്കുന്ന സുപരിചിതമായ ഒരു ഗാനം, തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ എന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായ ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി റിജോയ് കെ ജോൺ ആലപിക്കുന്നു. പ്രിയ റിജോയെ ആ ഗാനാലാപനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാർ അവ പാദങ്ങൾ ആശ്രയമേ, വണങ്ങിടുന്നടിയാർ അവ പാദങ്ങൾ ആശ്രയമേ.
രക്തം ശർമ്മദമീ ചൊരിഞ്ഞു. നിർമ്മലമായ രക്തം ശർമ്മദമീ ചൊരിഞ്ഞു. കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്നും, കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്നും വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. ഗതസമേന എന്ന തോട്ടത്തിലെത്തി ഭവാൻ, ഗതസമേന എന്ന തോട്ടത്തിലെത്തി ഭവാൻ. രക്തം വിയർത്തധിക ദുഃഖമനുഭവിച്ച, രക്തം വിയർത്തധിക ദുഃഖമനുഭവിച്ച ചരിതമൊത്തിടുമ്പോ മനമുരുകിടുന്നു പരാ. ചരിതമൊത്തിടുമ്പോ മനം മുരുകിടുന്നു പരാ. അന്നാസും കയ്യപ്പാവും ഹേരോദും അന്നു നിന്നെ, അന്നാസും കയ്യപ്പാവും ഹേരോദും അന്നു നിന്നെ നിന്ദിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ. നിന്ദിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ. മറുത്തതില്ലതെല്ലും റോമാ ഗവർണർ മുമ്പിരുന്നേ. മറുത്തതില്ലതെല്ലും റോമാ ഗവർണർ മുമ്പിരുന്നേ. സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയ. വൻ പ്രാതികൂല മധ്യ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ, വൻ പ്രാതികൂല മധ്യ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ. തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുൾക നീ സതതം. തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുൾക നീ സതതം. കർത്താവിന് സ്തോത്രം. ഹൃദയസ്പർശിയായ ഈ മനോഹരമായ ഗാനം മനോഹരമായ നിലയിൽ തന്നെ ആലപിക്കുവാൻ പ്രിയ റിജോയ്ക്ക് കഴിഞ്ഞതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമകനോടുള്ള നന്ദിയും സ്നേഹവും ധാരാളമായി അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും ധാരാളം കൃപകൾ പ്രാപിച്ച് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപരമായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ഗാനം നാം ഓർത്തതുപോലെ അമേരിക്കയിൽ നിന്നാണ് നാം കേൾക്കുന്നത്. ഈ വളരെ ഏർലി മോർണിംഗിൽ അമേരിക്കയിൽ നിന്നും നമ്മുടെ പ്രിയ സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് നമുക്ക് വേണ്ടി ആലപിക്കുന്ന ഗാനം. ഈ അന്ധകാര ലോകത്തിൽ എണ്ണ നിറഞ്ഞ വിളക്കുമായി പ്രാണനാഥന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ താഴ്ചയുള്ള ശരീരം നമ്മുടെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാനുള്ള നാഴിക വരുന്നു. അതുവരെ ഇവിടെ നാം ആയിരിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപ പ്രാപിച്ച് കർത്താവിനെ നമുക്ക് സേവിക്കാം എന്ന മനോഹരമായ ഗാനമാണ് പ്രിയ സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാളസിൽ നിന്നും നമുക്ക് വേണ്ടി ആലപിക്കുന്നത്. നിൻ കൃപ മതി യേശു നായക. പ്രിയ സഹോദരനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏത് സമയത്തും നമുക്ക് പാടി ആശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ്. സാധാരണയായി നാം പാടുന്ന ഒരു പാട്ടാണ് പരപരമേശ വരമരുളീശ
എന്ന ഗാനം. ആ മനോഹരമായ ഗാനം നമ്മുടെ ഈ പ്രാവശ്യത്തെ മീറ്റിംഗിന്റെ അവസാനത്തെ ഗാനമായിട്ടാണ് സംഘാടകർ തിരഞ്ഞെടുത്തിരുന്നതെങ്കിലും ചില സാങ്കേതിക തടസ്സം മുഖാന്തരം പ്രിയ റിജോ ഈ ഗാനം ആലപിച്ചതിന് ശേഷം പ്രിയ സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് താൻ ആ ഗാനം ആലപിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രിയ സഹോദരന്റെ ടെക്നിക്കൽ പ്രോബ്ലം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രത്യേകാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ റിജോയ് ഇപ്പോൾ നമുക്ക് വേണ്ടി പരപരമേശ വരമരുടീശ എന്ന ഗാനം ആലപിക്കുന്നു. പ്രിയ മകനെ അതിനായി ക്ഷണിക്കുന്നു. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യനിറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യനിറവല്ലോ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലിയ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലിയ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷം ഉഷസിങ്കലും. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷം ഉഷസിങ്കലും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നോടും
വാസം എന്റെ കണ്ണി തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണി തുടച്ചിടും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കർത്താവിന് സ്തോത്രം. വളരെ പ്രത്യാശ നിർഭരമായ ഈ മനോഹര ഗാനം നന്നായി പാടിയ പ്രിയ റിജോയ് കെ ജോണിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കർത്താവിന്റെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് തന്റെ ഗാനം ആലപിക്കുമെന്ന് ഞാൻ കരുതുന്നു. തന്റെ ടെക്നിക്കൽ പ്രോബ്ലം മാറിക്കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയ സഹോദരനെ സാദരം ക്ഷണിക്കുന്നു. പക്ഷേ എൻ്റെ ഹെഡ്ഫോണിലേക്ക് വരുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് തോന്നുന്ന ടെക്നിക്കൽ ഡിഫിക്കൽറ്റി, ഞാൻ ഓഡിയോ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ പാടുമ്പോൾ ആ ട്രാക്ക് എൻ്റെ ചെവിയിൽ വരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ക്ഷമിക്കുക, അത് പാടാൻ കഴിയാതെ പോകുന്നതിൽ. ഈ ശുശ്രൂഷ ഇത്രത്തോളം ഭംഗിയായി നടത്തുവാൻ ദൈവം കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗാനങ്ങൾ ആലപിച്ച് ഏവർക്കും ഒരിക്കൽ കൂടെ കർത്തൃനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രത്യേക പരിപാടിയിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ അവസാനമായി ഇപ്പോൾ അമേരിക്കയിൽ നാം ഓർത്തതുപോലെ ഡാളസിൽ നിന്നും കർത്താവിന്റെ ദാസൻ അബ്രഹാം ടി വർഗീസ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ കർത്താവിന്റെ ദാസൻ അബ്രഹാം ടി വർഗീസിനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹോന്നതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിവിധങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വിവിധങ്ങളായ സമയത്ത് ഞങ്ങൾ ഈ സൂമിൽ കൂടി കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ ദാസിദാസന്മാരായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ചിതറിപ്പാർക്കുന്ന സഹോദരി സഹോദരന്മാരിൽ നിന്ന് അവർക്ക് ദാനമായി കൊടുത്ത താലന്തുകളെ വികസിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്തതോർത്ത് സ്തോത്രം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവേൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവേൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവേൻ. നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവേൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ സ്തുതിയും വർണ്ണിക്കുവേൻ. സ്വർഗീയ പിതാവേ, ഇതിന്റെ ആരംഭം മുതൽ അവിടുന്ന് ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും കർത്താവെ ആത്മീയമായി ഞങ്ങൾക്ക് പ്രചോദനമാകുമാറ് അങ്ങയുടെ സഹോദരി സഹോദരന്മാര് കർത്താവെ പാടുവാൻ തക്കവണ്ണം അവർക്ക് നാവിന് ചാതുര്യം കൊടുത്ത് കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ കാക്കുകയും പരിപാലിക്കുകയും അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ മഹോന്നതനായ ദൈവത്തിന്റെ സൃഷ്ടികളായ ഞങ്ങൾക്ക് അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അങ്ങയെ സ്തുതിക്കുവാൻ നൽകിത്തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ഞങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ സൗകര്യങ്ങൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് എത്രയോ മഹോന്നതനാണ്, അവിടുത്തെ നാമം എത്രയോ ശ്രേഷ്ഠമാണ്. അങ്ങല്ലാതെ ആരും ഈ ഭൂമിയെയും ഈ ഭൂമണ്ഡലത്തെയും ഈ പ്രപഞ്ചത്തെയും എല്ലാം കർത്താവെ സൃഷ്ടിച്ചവൻ അങ്ങ് മാത്രമാണ്.
കർത്താവെ അവിടുന്ന് വീണ്ടും വരുന്നു എന്നുള്ള വാർത്ത ഞങ്ങൾ ഈ മാധ്യമത്തിൽ കൂടെ ഘോഷിപ്പാൻ പാട്ടുകളാലും അവിടുത്തെ വചന ശുശ്രൂഷകളാലും അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് കൃപ ചെയ്യുകയും ചെയ്യണമേ. ശത്രുവിന്റെ പോരാട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുകയും കർത്താവെ ആയിരിക്കുന്ന ഇടത്ത് അങ്ങയുടെ നാമമഹത്വത്തിനായി നിലകൊള്ളുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മെൽബോണിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും കർത്താവെ സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ UK-യിൽ നിന്നും യൂറോപ്പിൽ നിന്നും എറണാകുളത്ത് നിന്നും ദുബൈയിൽ നിന്നും തളിപ്പറമ്പും ഡാളസിൽ നിന്നുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ നാമമഹത്വത്തിനായി അങ്ങയുടെ നാമം ഉദ്ഘോഷിക്കുവാൻ, അങ്ങ് എത്രയോ മഹോന്നതനെന്ന് അറിയിക്കുവാൻ, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് അത്ഭുത പ്രകാശത്തെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. തുടർന്നും കർത്താവെ ഈ പ്രവർത്തനങ്ങളിൽ കൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇതിനെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവർക്കുമായി നന്ദിയോടുകൂടെ സ്തോത്രം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവെ അനേകരെ കർത്താവെ ഈ സൂമിൽ കൂടി കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിനായി വരേണ്ടതായിട്ടുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. വരും കാലങ്ങളിൽ അവിടുത്തെ ദാസന്മാരുടെ ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കയാൽ തിരുനാമത്തിന് സ്തോത്രം. മഹത്വവും മാനവും പുകഴ്ചയും എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അവിടുത്തേക്ക് നന്ദി അരേറ്റുന്നു. കർത്താവെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമനാഥനായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇന്ന് ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിനെ കർത്താവെ പാട്ടുകൾ പാടുവാനുള്ള സാഹചര്യങ്ങൾ കൂടി അവിടുന്ന് സഹായിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.